ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ, നൈൽ ഹോസ്പിറ്റൽ ഇൻറ്റേർണൽ മെഡിസിൻ കൺസൾട്ടൻ്റ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഡയബറ്റീസിനെ പറ്റിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഡയബറ്റീസിനെ പറ്റി സംസാരിക്കുന്നത്? ഡയബറ്റീസ് ഇന്ന് ലോകത്തിലെ പ്രധാന മരണകാരണമാണ്. ലോകത്തിൽ തന്നെ 537 മില്യൺ ആൾക്കാർക്ക് പ്രമേഹം ബാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ 541 മില്യൺ ആൾക്കാർക്ക് പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള ആൾക്കാർ. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 6 ഗർഭിണികളിൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട്. വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 50% ആൾക്കാർക്ക്, ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഡയബറ്റീസ് ഉള്ളതായിട്ട് അറിവില്ല. ഇതൊക്കെ കൂടെ എടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഡയബറ്റീസിനെ പറ്റിയിട്ട് ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 9.6% ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട്. അതുകൂടാതെ പ്രീ ഡയബറ്റീസ് 15.6% ഉണ്ട്. കേരളത്തിൽ 23.6% ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട്. അതുപോലെ 36.7% ആൾക്കാർക്ക് പ്രീ ഡയബറ്റീസ് ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള സംസ്ഥാനം ഗോവയാണ്. അത് കഴിഞ്ഞാൽ പോണ്ടിച്ചേരി. കേരളം ഒട്ടും പുറകിലല്ല, 3ാമത്തെ സ്ഥാനത്തുണ്ട്. ഈ ഡയബറ്റീസ് എങ്ങനെ ആരോഗ്യത്തെ ബാധിക്കുന്നു? ഹൃദ്രോഗവും സ്ട്രോക്കും വരാൻ പ്രധാന കാരണം ഡയബറ്റീസാണ്. ലോകത്തിൽ തന്നെ കിഡ്നി ഫെയിലിയർ ഉണ്ടാവാൻ പ്രധാന കാരണം ഡയബറ്റീസാണ്. കാഴ്ചശക്തി നഷ്ടപ്പെടാൻ വലിയ ഒരു കാരണം ഡയബറ്റീസാണ്. കാലും മറ്റ് അവയവങ്ങളും മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരു കാരണം ഡയബറ്റീസ് ഉണ്ടായാലാണ്. പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് 20% ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടാകുന്ന എങ്ങനെ മനസ്സിലാക്കാം? അതിന് ഒരു ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ പേര് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 75 ഗ്രാം ഗ്ലൂക്കോസ് കൊടുക്കുകയാണ് രോഗിക്ക്. അതിന് മുമ്പ് നമ്മൾ ബ്ലഡിൽ എത്ര ഷുഗർ ഉണ്ടെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്ര ഷുഗർ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് 126 കൂടുതൽ മില്ലിഗ്രാം ഷുഗർ കൂടുതലുള്ളവർക്ക് ഡയബറ്റീസ് ഉണ്ട്. അതുപോലെ 2 മണിക്കൂർ ഈ ഗ്ലൂക്കോസ് കഴിഞ്ഞ് 2 മണിക്കൂർ ചെയ്യുന്നവർക്ക് 200 മില്ലിഗ്രാമത്തിൽ കൂടുതൽ ഷുഗർ ഉണ്ടായിരിക്കും. പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ചെയ്യുമ്പം 100നും 126നും ഇടയ്ക്കുള്ള ആൾക്കാർക്കാണ് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യുന്ന 140നും 200നും ഇടയ്ക്കുള്ള ആൾക്കാരെ പ്രീ ഡയബറ്റീസ് എന്ന് പറയും. പിന്നെ ഹീമോഗ്ലോബിൻ A1C എന്ന് പറഞ്ഞത് ഷുഗർ 3 മാസത്തെ ഷുഗറിൻ്റെ ഒരു അളവാണ്. അത് 5.7നും 6.4നും ഇടയ്ക്കുള്ള പ്രീ ഡയബറ്റീസും 6.5 ആയാൽ ഡയബറ്റീസും. ഡയബറ്റീസ് 2 തരമാണ് ഉള്ളത്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 അധികം കാണുന്നത് കുട്ടികളിലാണ്. ടൈപ്പ് 1 ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവയവം പാൻക്രിയാസ്, അതിലുള്ള ഒരു സെല്ലാണ് ബീറ്റാ സെല്ല്. അതാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഈ ബീറ്റാ സെല്ല് നശിക്കുന്നത് കാരണമാണ് ടൈപ്പ് 1 ഉണ്ടാകുന്നത്. അത് ദേഹത്തുണ്ടാകുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ എന്ന പ്രക്രിയയിലാണ് ഈ ബീറ്റാ സെൽ നശിക്കുന്നത്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 2 കാര്യമുണ്ട്. ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ആ ഇൻസുലിൻ വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. പിന്നെ ബീറ്റാ സെൽ, പാൻക്രിയാസിലുള്ള ബീറ്റാ സെല്ല് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് കുറവുന്നുണ്ട്. ഇത് 2ഉം കൂടെ കാരണമാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്നത്. ഇത് 2ഉം കൂടെ ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് ടെസ്റ്റുകളുണ്ട്. ടൈപ്പ് 1 ഒരു പേഷ്യൻ്റ് വന്നാൽ, ചെറുപ്പക്കാരനൊരു പേഷ്യൻ്റ് വന്നാൽ ഇത് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് അറിയണം. കാരണം ടൈപ്പ് 1 എല്ലാവർക്കും ഇൻസുലിൻ വേണം. അത് കാരണം ടെസ്റ്റ് ചെയ്യാനുള്ള ചില ടെസ്റ്റുകളുണ്ട്. അത് ടൈപ്പ് 1ൽ പോസിറ്റീവ് ആവുന്ന ചില ടെസ്റ്റുകളാണ്. സി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞ ഹോർമോൺ കുറവായിരിക്കും ടൈപ്പ് 1ൽ. പിന്നെ ചില ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന ചില സാധനങ്ങളുണ്ട്. ഐലറ്റ് സെൽ ആൻറ്റിബോഡിയും ഗാഡ് ആൻറ്റിബോഡി, ഇത് 2ഉം ടൈപ്പ് 1ൽ പോസിറ്റീവായിരിക്കും.